ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളന വേദിയില് ചിന്നു ചിലങ്ക എന്ന് പറയുന്ന യുവതി ഒരു നാടകം അവതരിപ്പിക്കുന്നു. അത് ഹാഫ് ഡ്രസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. സത്യത്തിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ആ സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന അവർ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളാണ് അവർ അതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന് ഇത്രയും വലിയ ഒരു സദാചാര ആക്രമണം നടത്തേണ്ടുന്ന ആവശ്യമുണ്ടോ? ചിന്നു ചിലങ്ക എന്ന് പറയുന്ന വ്യക്തി അവരൊരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്. ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യും എന്നൊക്കെയാണ് ചെയ്തോട്ടെ. അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് നമുക്ക് പറയാം. അവർ അതിനോടൊപ്പം അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പാർട്ട് മാത്രം എടുത്ത് കാണിച്ചിരിക്കുന്നു, ആ മുഴുവൻ നാടകം നിങ്ങൾ കണ്ടിട്ടില്ല, അതിലൊരു പാർട്ട് എടുത്ത് കാണിച്ചിട്ടാണ് ഇങ്ങനെ അസഭ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തിന് അസഭ്യം പറയാൻ ഒരാൾക്ക് തോന്നുന്ന പോലത്തെ ഒരു സംഗതി പാർട്ടായിട്ടാണെങ്കിൽ പോലും 30 സെക്കൻഡ് ആണെങ്കിൽ പോലും എന്തിന് കാണിക്കണം എന്നാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ഇനി ഭാരതത്തിന്റെ തലമുറയായി വരുന്ന ഡിവൈഎഫ്ഐ പോലുള്ള യുവാക്കളുടെ സംഘടനയുടെ ഒരു സമ്മേളനത്തിൽ എന്തിന് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് അരോചകത്വമായി ആർക്കെങ്കിലും തോന്നുന്ന പോലത്തെ ഒരു രംഗം അവതരിപ്പിക്കണം എന്ന ചോദ്യത്തിന് മറുപടി തരൂ. അല്ല, ധാരാളം പേർക്ക് പറയട്ടെ, ധാരാളം പേർക്ക് അത് കണ്ടിട്ട് സഭ്യത എന്നുള്ള വാക്കൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിച്ച ഉടനെ സദാചാര പോലീസിംഗായി അരോചകമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് എന്നുള്ള അഭിപ്രായക്കാരിയല്ല. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ മീശയ്ക്ക് അവാർഡ് വരെ കൊടുത്ത ഒരു സംഘടനയുടെ യുവാക്കളാണ്, CPM-ന്റെ യുവാക്കളാണ്, യുവപ്രതിനിധികളാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത്. മീശ മാധവൻ നോവലില് ഹിന്ദു സ്ത്രീകളെ എന്ത് മാത്രം വൾഗറായിട്ട് അവർ ചിത്രീകരിച്ചു. അമ്പലത്തിൽ പോകുന്നത് തന്നെ പൂജാരിയുമായിട്ട് ഉള്ള വീഴ്ചയ്ക്ക് വേണ്ടി, ആ ഒരു അർത്ഥത്തിൽ പോലും ശ്രീമതി ടീച്ചറൊക്കെ അന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, അവർ സ്ത്രീയാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെ മോശമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്ന ഒരേ ഒരു പാർട്ടിയും അതിന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ടെങ്കിൽ അത് CPM എന്ന് തന്നെ പറയണം. ഇവർക്ക് എന്തും ചെയ്യാം, ആരെ വേണമെങ്കിലും അതായത് മോശമായിട്ട് ചിത്രീകരിന്റെ നാട്ടിൽ വേറെ വാക്കാവെന്ന് വെച്ചാൽ ഞാൻ അത് പറയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ കേരളത്തിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നണി പോരാളികൾ എന്ന് പറയുന്നത് CPM-ഉം അതിന്റെ വിവിധ പ്രസ്ഥാനങ്ങളിൽ തന്നെ. ശ്രീമതി ടീച്ചർ ഒരു സ്ത്രീയാണ്, അപ്പൊ സ്ത്രീ വിഭാഗത്തെയും കൂടെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് മീശ മാധവനെ അവരെ കുറിച്ച് വളരെ പുകഴ്ത്തി സംസാരിച്ചത്, അല്ലേ? അന്ന് മാത്രമല്ല, കേരള സ്റ്റോറിക്ക് എന്തോ അവാർഡ് എന്തോ കിട്ടുന്ന സമയത്ത് ഇവര് പറയുണ്ടായി, ഒരു അവാർഡ് എന്ന് പറയുകയാണെങ്കിൽ അത് സത്യമാണെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പൊ മീശ നോവലിന് അവാർഡ് കൊടുത്തപ്പോൾ ഈ ചിന്തയൊന്നും അവർക്കുണ്ടായിരുന്നില്ലേ? അത് സത്യമാണ്, ഞാൻ ഉൾപ്പെടുന്ന, പ്രജിത ഉൾപ്പെടുന്ന, നമ്മുടെ അഖില ഉൾപ്പെടുന്ന ആളുകൾ അമ്പലത്തിൽ പോകുന്നത്, ഈ പറയുന്ന CPM-ന്റെ മുതിർന്ന കാര്യകർത്താക്കളുടെയും അല്ലാത്ത കാര്യകർത്താക്കളുടെയും ഭാര്യമാരും പോകുന്നുണ്ട്. അവരുമൊക്കെ അമ്പലത്തിൽ പോകുന്നത് ഈ ഒരു ചിന്തയോടുകൂടിയാണെന്ന് ജനങ്ങൾക്ക് തോന്നും എന്നല്ലേ അവർക്ക് അമീഷയ്ക്ക് അവാർഡ് കൊടുത്തതിൽ ഉള്ള ഒരു സാങ്കത്യം എന്ന് പറയുകയാണെങ്കിൽ. അപ്പം പ്രജിത വന്നതിനെ കുറിച്ച് തുറന്ന് പറയുകയാണെങ്കിൽ, ചിന്നു ചിലങ്ക എന്ന് പറയുന്ന ആ അഭിനേത്രി വളരെ അജിറ്റേറ്റഡ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് മാത്രമാണ് കണ്ടത്, അതിലേക്ക് കണ്ണുപോയി കണ്ടു. ആ ഒരു ഭാഗമായിരുന്നല്ലോ ഇപ്പം വലിയ നാടകമാണെങ്കിൽ അതിന്റെ വേറൊരു ക്ലിപ്പിംഗ് പോലും സോഷ്യൽ മീഡിയയിൽ വരാതിരുന്ന എന്തുകൊണ്ട്? ഇതിലേക്ക് കണ്ണുപോകുമെന്നും അതുവഴി ഇങ്ങനൊരു സമ്മേളനം, ഡിവൈഎഫ്ഐയുടെ സമ്മേളനം നടക്കുന്നുണ്ട് എന്ന് പലരും മനസ്സിലാക്കിയത് ഈ ക്ലിപ്പിംഗ് കണ്ടതിന് ശേഷം. 19 മുതൽ 22 തീയതി വരെയാണ് 600-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും ചേർന്നിട്ട് എന്നൊക്കെ പറയുന്നു. അവിടെ വെച്ചാണ് അവർ പുതിയ കമ്മിറ്റി രൂപീകരിക്കുന്നൊക്കെ പറയുന്നു. അവിടെ മിസ ഇതിനെ കുറിച്ച്, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന്റെ ഭരണകാലത്തും ഇപ്പോൾ BJP-യുടെ ഭരണകാലത്തും നടക്കുന്ന ജനങ്ങൾക്കെതിരെയുള്ള അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും കിരാതവാഴ്ചയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ഡ്രാമ എന്നുള്ള നിലയിലാണ് അവതരിപ്പിച്ചത്. ഒരു കാര്യം പ്രതികൾ ചോദിക്കട്ടെ, എന്താണ് BJP-യുടെ ഭരണകാലത്ത് ഇത്രയും ഇതായിട്ട് പറയാനിടക്കുക? എന്തെങ്കിലും നടക്കുന്നുണ്ടോ? വെറുതെ എന്തെങ്കിലും ഉയർത്തി കാണിക്കുക. ഈ ഡിവൈഎഫ്ഐയുടെ കുഞ്ഞനിയന്മാരായ സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തോ? എന്തുകൊണ്ടെന്ന് ഇവർ ചോദിക്കുന്നുണ്ടോ? ഒരു നാടകം കാണിക്കാനല്ലോ. ഈ ഇടയ്ക്കല്ലേ നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത്? അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കാര്യം എന്താണെന്ന് ഇവർ അവിടെ ചർച്ച ചെയ്തോ? അല്ലെ? അദ്ദേഹത്തിന്റെ ജാതിയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പല അസൗകര്യങ്ങളെ കുറിച്ചും പറഞ്ഞു, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് ആ കുട്ടി സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു ചർച്ച നടത്തിയോ?
അതൊക്കെയല്ലേ അവര് അഡ്രസ് ചെയ്യേണ്ടത്. എന്തിന് പിണറായി വിജയനെ കണി കണ്ട് എഴുന്നേറ്റ വിഷ്ണുവിന്റെ അമ്മ നീതി തേടി പിണറായിയെ കാണാൻ ചെന്നപ്പോൾ റോഡിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാ. അതിനെ കുറിച്ചൊക്കെ ഈ ചിലങ്കയ്ക്ക് ഒരു അവതരണം നടത്താൻ തോന്നിയില്ലേ? അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ സഖാക്കന്മാർക്ക് ഞങ്ങൾ ഒരു കുഞ്ഞിനെയും ഇനി ആത്മഹത്യയിലേക്ക് തള്ളിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു നാടകം കാണിക്കാൻ തോന്നിയില്ലേ? കാരണം ഇതൊക്കെ നടക്കുന്ന സമയത്ത് CPM ഉണ്ടായിരുന്നു അധികാരത്തില്, അല്ലേ? CPM കോൺഗ്രസും മാറി മാറി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ധാരാളം ഈ SFI, ഡിവൈഎഫ്ഐ, SFI മൂത്താണോ ഡിവൈഎഫ്ഐ ആവുന്നത്, SFIയുടെ കുട്ടികൾ അല്ലെങ്കിൽ കലാലയത്തിൽ പഠിക്കുന്ന പല കുട്ടികളും ആത്മഹത്യയുണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ലേ? ഇതൊന്നും ഇവർക്ക് അഡ്രസ് ചെയ്യണ്ടേ? എന്നോ നടന്നു പോയ മിസയുടെ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴും തന്നെ ഓർമ്മിപ്പിക്കുന്നേ? ഇനിയും ഇങ്ങനെ നടക്കാനായിട്ട് ഒരിക്കലും പോകുന്നില്ല. BJP ഭരിക്കുന്ന ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാകാൻ പോകുന്നില്ല. വെറുതെ ജനങ്ങളിലേക്ക് അസ്വസ്ഥത ഉണ്ടാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്കെങ്കിലും. ഇപ്പൊ നമ്മൾ എന്തിനാ നമ്മുടെ 10 മിനിറ്റ് എയർ ടൈം ആണ് പ്രജിത കളയുന്നത് ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി? കേൾക്കുകയും അറിയുകയും ചെയ്യാത്തവരിലേക്ക് പോലും നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കാണ്. പബ്ലിസിറ്റി, 2 തരത്തിലുള്ള പബ്ലിസിറ്റി ഉണ്ട്. പോസിറ്റീവ് പബ്ലിസിറ്റി ആൻഡ് നെഗറ്റീവ് പബ്ലിസിറ്റി. രണ്ടും പബ്ലിസിറ്റി തന്നെയാണ്. കാണുന്നുണ്ട് അഡ്വർടൈസിംഗിൽ നമ്മളൊരു കാര്യം പഠിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യണം, ഭയങ്കര നന്നായിട്ട്, അല്ലെങ്കിൽ വളരെ ഒരു ബന്ധവും ഒരു കണക്ഷനും ഇല്ലാത്തൊരു ചീപ്പായിട്ടുള്ള മോശമായിട്ടുള്ള അഡ്വർടൈസിംഗ് ചെയ്യണം. രണ്ടും ജനങ്ങളുടെ മനസ്സിൽ കയറും. എന്നാലും മീഡിയം ആയിട്ടുള്ള ഓക്കെ ആയിട്ടുള്ള ചെയ്താൽ അത് അങ്ങനെ മനസ്സിൽ നിന്ന് പോകും. അതല്ലേ തോന്നുന്നത്. പക്ഷെ ഇതിൽ പറയുന്നത് ഒരു എന്താ പറയാ, ഒരു വസ്ത്രത്തിനെ കുറിച്ചുള്ള സ്വാതന്ത്ര്യമാണല്ലോ. ഒരു കഥാപാത്രം അത് ആവശ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൂടെ എന്നുള്ളതാണ് ഇവര് ചോദിക്കുന്നത്. വസ്ത്രം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ? ഏതെങ്കിലും സ്ഥലത്ത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഇത്, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് കമന്റ് ഒന്നും ഇടാൻ നിൽക്കണ്ട, കളവി അമ്മച്ചി സാണക സംഖ്യ ഒന്നും പറഞ്ഞിട്ട്. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നപ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യമാണ്, സിനിമകളാകും വലിയ മഞ്ഞുമലകളിൽ വളരെ തിന്നായിട്ടുള്ളൊരു സാരി ഉടുത്തിട്ട്, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള വേഷങ്ങൾ ധരിച്ചിട്ട് നായിക, ഫുൾ കോട്ടും സൂട്ടും പാന്റും ഹൈ കോളർ സ്വെറ്ററൊക്കെ ഇട്ട നായകൻ. ഇപ്പോൾ തന്നെ ഇന്നലെ ഞാൻ കണ്ടുപോയി നല്ല ഭംഗിയുള്ള കാലൊക്കെയുള്ള നല്ലൊരു വളരെ ചെറിയ ഷോർട്സും ഒരു നൂഡിൽ സ്ട്രാപ്പ് പോലത്തെ ഒരു ചെറിയ വേസ്റ്റ് ഒക്കെ കാണിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടി നടക്കുന്നു. ആ പെൺകുട്ടി തൂങ്ങി നടക്കുന്ന ഫുള്ളി ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയുടെ ഷോൾഡറിൽ തൂങ്ങിയാൽ നടക്കുന്നത്. ആൺകുട്ടികൾക്ക് നല്ല ശരീരമൊക്കെ ഇല്ലേ, നല്ല മസ്കുലായിട്ട് ജിമ്മിലൊക്കെ പോയി ഫിറ്റ് ആയതില്ലേ, അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് അവർക്ക് എന്താ നടക്കാൻ തോന്നാത്തത്? അവർക്കൊരു സാൻഡോസ് ബനിയനോ ഷോർട്സ് ഇട്ട് ആരെങ്കിലും ഒരാളെ പ്രജിത കാണിച്ചു തരാമോ? ഞാൻ എൻ്റെ യാത്രകൾക്കിടയിൽ ഒരു പൊതുസ്ഥലത്ത് പോലും അങ്ങനെ ഒരു ആൺകുട്ടിയെ കണ്ടില്ല. മാന്യമായി വസ്ത്രം ധരിച്ച പാന്റും ഷർട്ടും സാൻഡോസ് ബനിയനിട്ട ഒരു ആൺകുട്ടിയെ പോലും ഞാൻ, സാൻഡോസ് ഈ ഹാഫ് അല്ല, എന്താണ് ഈ ചെറിയ ഇതായിട്ടുള്ള കൈയില്ലാത്ത ബനിയൻ, ആൺകുട്ടിയെ കണ്ടിട്ടില്ല. ഷോർട്സ് ഇട്ട ഒരു ആൺകുട്ടിയെ കണ്ടിട്ടില്ല. അപ്പോ വസ്ത്രവിധാനത്തിലെ മാന്യത ആൺകുട്ടികൾക്ക് പുലർത്താമെങ്കിൽ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് പുലർത്താൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ചിന്തനീയമായ വിഷയമാണല്ലോ. പലപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഫോറിൻ സ്ഥലത്തെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഫുള്ളി കോട്ടും സൂട്ടും ടൈയൊക്കെ കെട്ടിയ പുരുഷന്മാരുടെ കയ്യിൽ തൂങ്ങി വരുന്നത്, ക്ലീവേജ് ഒക്കെ കാണിച്ച് ഫുൾ സ്ലിറ്റ് ഒക്കെ ആയിട്ടുള്ള ഗൗണൊക്കെ ഇട്ട് സ്ത്രീകളാണ് കടന്നു വരുന്നത്. അപ്പൊ 2 സ്ഥലത്തും അങ്ങനെയുണ്ട്. സ്ത്രീകളുടെ ശരീരം പ്രദർശിപ്പിക്കാനാണ് എന്നുള്ളൊരു തോന്നലും, പുരുഷന്മാരുടെ ശരീരം ഫുള്ളി ക്ലോത്ത്ഡ് ആണെങ്കിൽ പോലും അതിൻ്റെതായ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നുമാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളിങ്ങനെ ഓപ്പൺ ആക്കിയാൽ മാത്രമേ അതിന് അട്രാക്ഷൻ ഉള്ളൂ. പുരുഷന്മാർക്ക് ഫുള്ളി കവേർഡ് ആണെങ്കിലും അതേ മസ്കുലൈൻ അങ്ങനെ ഒരു തോന്നൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എങ്കിൽ സ്ത്രീകൾക്കും എന്തുകൊണ്ട് പൂർണ്ണമായ വസ്ത്രവിധാന രീതിയിലൂടെ ഞങ്ങൾ സുന്ദരികളാണ് എന്നൊരു ചിന്ത കൊണ്ടുവരാൻ പറ്റുന്നില്ല? ഇതൊരു ഓപ്പൺ ഫോർ ഡിബേറ്റ് ആയിട്ട് തന്നെ നമുക്ക് വിചാരിക്കാം, അല്ലേ? അപ്പൊ ഈ ചിന്നു ചിലങ്ക എന്ന് പറയുന്ന കുട്ടി പറയുന്നത്, നിങ്ങൾ അത് മാത്രം കണ്ടു, അത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊരു നായിക ഒരു സിനിമയിൽ പറഞ്ഞ പോലെ, ഞാൻ മാത്രമല്ല പലരും കണ്ടു, വേറെ ഒന്നും അവർക്ക് താല്പര്യം തോന്നിയില്ല. നിങ്ങളുടെ അവതരിപ്പിച്ച ആ വിഷയത്തിന് വേറെ യാതൊരു പ്രസക്തിയും, കാലിക പ്രസക്തിയും ഇല്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരൊറ്റ രംഗം പോലും വന്നില്ലല്ലോ. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് പോകേണ്ട കാര്യമാണ്, ചിന്താ ജെറോമിനെ പ്രസിഡന്റ് ആക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. സ്ത്രീ പ്രസിഡന്റ് വരണമെന്ന് ആണ് അവർക്ക് ആഗ്രഹം. 3 പേരുടെ പേരിൽ ചിന്തയുടെ പേരും കൂടെ വരുന്നുണ്ട്. നല്ല കാര്യം. ചിന്ത പ്രസിഡന്റ് ആയിരിക്കുമ്പോഴെങ്കിലും സ്ത്രീകൾക്ക് അർഹമായ മാന്യമായ സ്ഥാനങ്ങളും രീതികളും നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കാണുന്ന ആ യുവതയിൽ സ്ത്രീകൾ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു അഭിമാനപൂർവമായ
പല കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്നില്ല, കാണുന്നില്ല. അവരെ പറയുകയാണെങ്കിൽ ഒരു അഡ്വർടൈസിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രമാണ് കാണുന്നത്. അവരുടെ ബുദ്ധിക്ക് യാതൊരു ചിന്താശക്തിയും ഇല്ലാത്ത പോലെയാണ് കാണുന്നത്. ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ വേദിയിൽ ഉയർന്നു വന്ന ഒരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ കാണണമെങ്കിൽ എം.എ. ബേബി സഖാവാണല്ലോ അവിടെ ഇരിക്കുന്ന ഡൽഹിയിലെ സെക്രട്ടറി, അവരുടെ നാഷണൽ സെക്രട്ടറി. അദ്ദേഹം വേണ്ട വിധത്തിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നില്ല, ഡിവൈഎഫ്ഐയുടെ കാര്യങ്ങളിൽ സക്രിയമായിട്ട് CPM-ന്റെ നേതൃത്വം അവരെ സഹായിക്കുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലൈന്റും കൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോ 19-ാം തീയതിയാണ് നമ്മൾ ഈ നാടകം കണ്ടത്. 20-ാം തീയതി വേറെ ഒന്നും കണ്ടില്ല. ഇനി 21-ാം തീയതി രാത്രിയും കൂടെ ഈ വേദിയുണ്ട്. ഇവിടെ എന്താണ് വരാൻ പോകുന്നത് എന്ന കട്ട വെയിറ്റിംഗിലാണ് കേരളം.